ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ മൂവി. അതിനെക്കുറിച്ചുള്ളൊരു ട്രെയിലർ നാളേക്ക് വരും. എന്തായാലും ഓണത്തിൻ്റെ ആദ്യ വെടി പൊട്ടിക്കാൻ പോണത് ദുൽഖർ സൽമാനാണ്. ഈ സിനിമയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയണ്ട, കാരണം നഹാസ് ഹിദായത്ത് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞ ആരാണെന്നും അദ്ദേഹം എങ്ങനെയാണ് സിനിമ എടുക്കുകയെന്നും എടുക്കുമ്പോൾ നമുക്ക് പ്രേക്ഷകരനെ എങ്ങനെ കണക്ട് ചെയ്യുന്നെന്നും എല്ലാം അദ്ദേഹം ഒറ്റ സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരൊറ്റ സിനിമ പറഞ്ഞാൽ എൻ്റെ മോനെ RDX പറഞ്ഞ സിനിമ എന്തോരം വലിയ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് കയറ്റിയതല്ലേ. ആ പേര് വെച്ചിട്ട് അവിടുത്തെ നീരജും മറ്റേ ആൻ്റണിയും പിന്നെ ഷെയ്നൊക്കെ ഇവരെ കൂടെ എങ്ങനെ അടിച്ച് കയറി വിടാം. അതിൽ വില്ലന്മാരാണെങ്കിലോ ഫ്രഷ് വില്ലന്മാരും അല്ലേ. അങ്ങനെ ആരും അങ്ങനെ ഒരു പഴയ അതേതല്ല, ഇവർക്ക് പറ്റിയ ഒത്ത വില്ലന്മാർ എന്ന രീതിയിലാണ് ഗെയിം വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു രക്ഷയില്ല, വില്ലനാകാൻ പോകുന്നത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്കൊക്കെ തന്നെ. തമിഴിൻ്റെ ഒരു ഒന്നൊന്നര ഡയറക്ടറും ഒന്നൊന്നര ആക്ടറും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉള്ള സിനിമയെല്ലാം തന്നെ കീടുക്കാഴ്ച സിനിമയാണ്. എൻ്റെ ഒരു ഊഹത്തിൽ അദ്ദേഹം ഞാൻ മിസ്കിനാണ് വില്ലനായിട്ട് വരുന്നത്. അക്കോർഡിംഗ് ടു മൈ കാസ്റ്റിംഗ് ഒബ്സർവേഷൻ മിസ്കിനായിരിക്കും എന്തായാലും ഇതിൽ വില്ലനായി വരാൻ പോകാം. പിന്നെ ഇതിൽ നല്ല അടിപൊളി നായകന്മാരൊക്കെ ഉണ്ട്. കയ്യാതുണ്ട്, പിന്നെ സംയുക്ത വിശ്വനാഥ്, അങ്ങനെ പറഞ്ഞ ആക്ട്രസ്, പിന്നെ ഇതിൽ കതിറുണ്ട്, അങ്ങനെ ആൻ്റണി ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക വലിയ നിരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്റർ നോക്കണം. ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എൻ്റെ ഇതൊരു ഹൈ വോൾട്ടേജ് വരുന്ന ദുൽഖർ എന്ന വ്യക്തി ഒരു എന്താ പറയുക, ഈ സുന്ദര കൂട്ടനായിട്ട് വരുന്നൊരു സിനിമ കൂടിയായിരിക്കും. അപ്പൻ്റെ അതേ പരിപാടി. എന്നാൽ ഈ പോസ്റ്റ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു ഹൈ വോൾട്ടേജ് ഒരു ഹോളിവുഡ് മൂവീൻ്റെ ഒരു പോസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യട്ടോ. എങ്ങനെ ഇത് എനിക്കിങ്ങനെ കാണുമ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ പോകുന്നു. ഒരു ഇത്രയും മനോഹരമായി പോസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ സിനിമ ഇപ്പോൾ ഏത് ലെവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു രക്ഷയുണ്ടാവില്ല. കാരണം ദുൽഖറെ പോലെ ഒരാളെ കൈ കിട്ടിയ നഹാസ് എന്താ ചെയ്യാൻ പോകുന്നതും എന്താണ് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ പോസ്റ്ററുകൾ മാത്രം സിനിമ കയ്യിൽ നേടിയിട്ടുണ്ട് ഇതിപ്പോഴേക്ക്. ഇനി നാളെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേക്ക് ഒരു തീപ്പൊരി ഐറ്റങ്ങൾ വരെ ഇറക്കി വിടും ഗെയിമുമായി ബന്ധപ്പെട്ടത്. അത് വരുന്നതോടുകൂടി എൻ്റെ മക്കളെ ഒരു റിയാക്ഷനില്ല. ഇതുവരെ കാണാത്ത മലയാളത്തിലെ എല്ലാ സകലമായ റെക്കോർഡും ഈ മോനങ്ങോട്ട് തൂക്കിൽ. പിന്നെ ദുൽഖറിൻ്റെ പേരെന്തിനു കൊള്ളല്ലേ. തൂക്കിയില്ലെങ്കിൽ ദുൽഖർ ആരാ? റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ ചോയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയ രീതിയിലാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളായി അദ്ദേഹം സിനിമയുടെ ചോയ്സ് എടുത്തിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കൊണ്ടുപോകുന്ന രീതി ആയിക്കോട്ടെ, ഒരു രക്ഷയില്ല മക്കളെ. അദ്ദേഹം ഇപ്പോൾ ഈ സിനിമയും കഴിഞ്ഞപ്പോൾ നേരെ ചെന്താ പറയുക, തെലുങ്കിൽ പൂജ ഹെഡ്ജിയായിട്ടൊരു സിനിമയിൽ വരാൻ പോകുന്നു, ശ്രീ കണ്ടിട്ട്. അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പുറത്തു വിടുന്നതായിരിക്കും. എൻ്റെ മോനെ ഒരു രക്ഷയിലെ സാധനം അതും വരുന്നു. അതൊരു അതെന്താ പറയുക, എന്നാലും ഗെയിം എന്ന് പറഞ്ഞ മൂവി ഒരുപാട് കാലമായിട്ട് എന്താ പറയുക നമ്മൾ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ്. കാരണം ദുൽഖർ കുറേ ആയിട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ നിന്ന് പോയിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ കിങ് ഓഫ് കൊത്ത കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി. അതിൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് പടം പോയി. പക്ഷേ അങ്ങനെ വലിയ പടമൊന്നുമില്ല. പക്ഷേ ഒരു പക്ഷേ കാണാനുള്ളതൊക്കെ സാധനം അതിലുണ്ട്. പക്ഷേ എന്താ ചെയ്യാൻ കിട്ടും, ഞാൻ സിനിമ പറയുന്ന രീതിയിലേക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും പലിശ നിരക്ക് ഈ സിനിമ തൂക്കും. ഈ സിനിമ തൂക്കുന്ന മാത്രമല്ല, തൂക്കി കൊണ്ട് അടിച്ച് കയറും. അമ്മാതിരി സാധനമായിരിക്കും ഈ സാധനം വരാൻ പോകുന്നത്. ഗെയിം പറഞ്ഞ ഈ മൂവി അനൗൺസ് ചെയ്ത അന്ന് മുതൽ ദുൽഖറുടെ ഒരു കൈയും കുറേ ബ്ലഡുകൾ മാത്രമായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോ പോസ്റ്റർ വരുമ്പോഴും നമുക്ക് ആകാംക്ഷയും അതിൻ്റെ ഈ എന്താ പറയുക ആ ക്യൂരിയോസിറ്റി എല്ലാം ഇങ്ങനെ കൂടി വരികയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് ഒരു പക്ഷേ ഈ സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾ അമ്മാതിരിയുള്ളതായിരുന്നു. ഒന്ന് തന്നെ ദുൽഖർ സൽമാൻ ഒരു പ്രൊഡക്ഷൻ ദുൽഖർ സൽമാൻ്റെ വെൽഫെയർ തന്നെയാണ് ഈ സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ ഈ വരുന്ന ആക്ടേഴ്സിൻ്റെ ലിസ്റ്റ് അത് ഒരു രക്ഷയില്ല. എനിക്ക് ഈ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ്. മിസ്കിൻ എന്ന ആ വ്യക്തി എങ്ങനെയായിരിക്കും ഈ സിനിമയിൽ ആൻറ്റി റോൾ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം ഓൾറെഡി കൺഫേം ചെയ്തിരുന്ന ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയണ്ടായി അദ്ദേഹമാണ് ആൻറ്റി ഹീറോയിൽ വരാൻ പോകുന്നത്. പക്ഷേ എന്നാലും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേഷൻ, അത് ഈ ഒരു സിനിമയായിട്ട് ഒരു ഗെയിം കണക്റ്റഡ് ത്രില്ലർ, അത് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മലയാളത്തിൽ വരുന്നത്. ഇദ്ദേഹം കുറേ കാലത്തിന് ശേഷം ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് ദുൽഖർ വരുന്നത്. അപ്പോൾ
രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെ, കൗതുകമായൊരു പ്ലോട്ട് തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ഹിദായത്ത് പറഞ്ഞ നടൻ സോറി ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും അദ്ദേഹം എടുക്കുന്ന രീതിയൊക്കെ തന്നെ അതിഗംഭീരമായ രീതിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഒരു കണക്ടിവിറ്റിയും അല്ലെങ്കിൽ അത് അദ്ദേഹം കഥ പറയാൻ ശ്രമിക്കുന്ന രീതി, അതെന്നൊരു ഒരു ഒരു യുവത്വത്തിലുള്ള ആൾ എങ്ങനെയാണോ ഒരു സിനിമ എടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ചാമിങ്, ആ ചാമിങ് എല്ലാ സിനിമയിലും കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന കൂടിയാണ്. അതാണ് ഒരു ഹൈലൈറ്റ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയുടെ പ്രത്യേകതകൾ വാനോളമാണ്. പക്ഷേ നാളേക്ക് അതിൻ്റെ ട്രെയിലർ വരുന്നതോടുകൂടി ഈ മലയാളക്കാരെ കണ്ട ഏറ്റവും വലിയൊരു ഗ്രോസ് എന്താ പറയുക റിപ്പോർട്ടുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് റെക്കോർഡുകൾ അവിടെ തൂക്കാനുണ്ട്. പിന്നെ ഒന്നാമത് ദുൽഖറിനെ ഇവിടെ മാത്രമല്ല അങ്ങ് ദില്ലിയിലും പിടിയിട എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാവരും ഈ ചങ്ങായിക്ക് നല്ല പിടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ചിലപ്പോൾ പല ഭാഷകളിൽ ഇറക്കും. അപ്പോൾ അതൊക്കെ തന്നെ വലിയ ഗംഭീരമായൊരു ചെറിയൊരു പോസിറ്റീവ് കിട്ടിയാൽ മതി, പിന്നെ സിനിമകൾ കയറിപ്പിക്കോളും. കാരണം ദുൽഖർ എന്ന ആക്ടറിനെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അറിവിലുണ്ടായില്ല. കാരണം ചില ഫാൻസ് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. പക്ഷേ അങ്ങേര് ആരെയും അങ്ങനെ വലിയൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് അതിൽ എന്താ പറയുക അപമാനമൊക്കെ സഹിച്ചാണ്. പണ്ടത്തെ വീഡിയോ കണ്ടെത്തിയാൽ പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാലും അദ്ദേഹം അതിൽ നിന്നൊക്കെ വന്നു ഉയർത്തെഴുന്നേറ്റ് ഒരു അടിപൊളി സ്റ്റാറായി. അത് പാൻ ഇന്ത്യ സ്റ്റാർ തന്നെ, റിയൽ പാൻ ഇന്ത്യ സ്റ്റാർ വന്നാൽ ദുൽഖർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. കാരണം വേറൊരാളും ഇല്ല. എല്ലാ ഭാഷയും കയറി ദൂരോട് നടിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ദുൽഖർ അടിച്ചിട്ടുണ്ട്, ദുൽഖർ ഇപ്പോഴും അടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ദുൽഖർ എന്ന ഈ ഒരു വ്യക്തിയിലെ ഒരു ആക്ടിങ്. അതും വളരെ രീതിയിൽ വ്യത്യസ്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വന്നിട്ട് കാന്ത എന്ന മൂവി പറഞ്ഞാൽ അടിക്കിടും ആനെ എന്തോന്ന് ആക്ടിങ് അത് ഇല്ലേ. ആ ഒരു മിറർ ബേസ് നോക്കിയിട്ടൊരു ആക്ടിങ് എടുക്കുന്നുണ്ട്. ഏറ്റവും നൈസ് മോശം. എന്തായാലും ഗൈസ്, IM ഗെയിമിലെ ട്രെയിലർ നാളെ വരാൻ പോകുന്നു. അതും ദുൽഖറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെപ്പോൾ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ മൂവിയുടെ ട്രെയിലർ വരാനാണ്. ചിലപ്പോൾ പറയാൻ പറ്റില്ല ട്രെയിലർ മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും മൂവിയുടെ അനൗൺസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ വന്നാലും ഗൈസ് നിങ്ങളൊരു ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും സേഫായിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ അപ്ഡേറ്റുകളും കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ, സീ യു, സ്റ്റേ ട്യൂൺ.